ഡോക്ടർ മോഹൻ വർഗീസ്, ഭാരതത്തിന്റെ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ ചർച്ച നടത്താൻ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ബന്ധപ്പെട്ടതായൊക്കെയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരം ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ള ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നതിനെ നമുക്ക് അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? പണ്ട് നവാസ് ഷെരീഫ് ചർച്ച നടത്തിയതും കരാറിലേർപ്പെട്ടതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതിന് പിന്നാലെ സംഭവിച്ചതുമൊക്കെ. അപ്പോൾ പാകിസ്ഥാനെ അത്ര കണ്ട് നമുക്ക് അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് അതൊരു നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, ഭരണകൂടം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെറുതെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? നിന്നും ഇപ്പോൾ വന്ന ഈ ഒരു ചർച്ചാ നിർദ്ദേശം അത് എത്രത്തോളം സ്ഥിരീകരിക്കാവുന്നതാണ് എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ വന്നു എങ്കിൽ അജിത് ഡോവൽ ഇന്ത്യയുടെ എല്ലാ ഓപ്പറേഷൻസിന്റെയും വിദേശകാര്യ ഇന്റലിജൻസ് ഓപ്പറേഷൻസിന്റെ എല്ലാം തന്നെ ബുദ്ധി കേന്ദ്രമാണ്. അജിത് ഡോവലുമായി സംസാരിക്കാൻ പാകിസ്ഥാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു എങ്കിൽ അത് ഒരു ഡിസ്റ്റോർഷൻ ഗെയിമാണ്, ഒരു വ്യതിചലനം, അല്ലെങ്കിൽ പലരെയും ദേ വിൽ കീപ് പീപ്പിൾ ഗെസ്സിങ്. അപ്പം ഒരു സമാധാനത്തിലേക്ക് നീങ്ങുകയാണോ, അവരെ വലിയ പ്രതിസന്ധിയിലാണ് എന്നൊരു തോന്നല് കിട്ടുമ്പോൾ കുറച്ചുകൂടി മയമായി ഇന്ത്യ പ്രതികരിക്കുമോ, ആ രീതിയിൽ ഇന്ത്യയിൽ ആശയക്കുഴപ്പം, ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം കൊണ്ടാകാം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമാകാം. ഇനി അതല്ല, കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ആ മറുപടി അവസാനിക്കണമെങ്കിൽ, അതായത് വേവ് 1 സിന്ധൂർ, ഓപ്പറേഷൻ സിന്ധൂർ വേവ് നമ്പർ 1, അത് ഒന്നാം തിരമാല കൊണ്ട് അവസാനിക്കണം എങ്കിൽ അവസാനിപ്പിക്കാം. അത് ഇന്ത്യക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതാനാവില്ല. പക്ഷേ ഏതെങ്കിലും പ്രകോപനം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് ഷെല്ലാക്രമണം ഇപ്പോൾ നടക്കുന്നു, അതിനും മീതെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയുള്ള അഭ്യാസങ്ങൾ തുടരാനാണ് എങ്കിൽ തീർച്ചയായും രണ്ടാമതൊരു വേവിനും മൂന്നാമതൊരു വേവിനും ഇന്ത്യ മടിക്കില്ല എന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ള ബോധ്യം പാകിസ്ഥാന്റെ ഡിസിഷൻ മേക്കിംഗ് വ്യവസ്ഥയ്ക്കുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ മുൻപ് തന്നെ നള്ളിഫൈ ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുക. ഇതെല്ലാം തന്നെ വാർ ഗെയിംസ് എന്ന് പറയും. ഇപ്പൊ യഥാർത്ഥത്തിൽ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല വാർ എന്ന് പറയുന്നത്. യുദ്ധത്തിന് പല തലങ്ങളുണ്ട്. ചിലപ്പോൾ എല്ലാം ക്യാമഫ്ലാഷ് ആണ്, ചിലപ്പോൾ ഡിസ്റ്റോർഷൻ ഗെയിമാണ്, ചിലപ്പോൾ മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ കണ്ടു. ഉഗ്രമായ വഴിതിരിച്ചുവിടൽ, വരുന്ന വാർത്തകളെ, യഥാർത്ഥ വാർത്തകളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് നേരെ വിപരീത ഫലമുണ്ടാക്കുന്ന ഒരു നാരറ്റീവ് നമ്മൾ കണ്ടു. ഏഴ് ദിവസം ഇന്ത്യയുടെ വിമാനങ്ങൾ താഴെ പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം, അത് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഇതെല്ലാം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് പൊടിപ്പുന്നെങ്കിലും വെച്ച് വിളംബരം ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ. ഇതിന്റെ എല്ലാം സാധ്യതകൾ ആരായുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പാകിസ്ഥാൻ. ഇത് യുദ്ധത്തിന്റെ തന്ത്രമാണ്. യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമവും ബാധകമല്ല എന്നാണല്ലോ കവിവചനം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ, അപ്പോൾ ഇറ്റ് വിൽ കീപ് പീപ്പിൾ ഗെസ്സിങ്. അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ഒലിവ് ബ്രാഞ്ച് വരുന്നുണ്ടോ, പച്ചക്കൊടി കാട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സ്നേഹപ്രകടനം. അതുകൊണ്ടൊരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു താണു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നമുക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഒരു ക്ലാസ് ക്യാരക്ടർ ഉണ്ടാകും ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഒരു നാഷണൽ ക്യാരക്ടർ ഉണ്ടാകും, സാംസ്കാരികമായ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. ഇതെല്ലാം ലോങ് ടേം ആവറേജ് ആണ്. ഇങ്ങനെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായി ബന്ധം നമുക്കുള്ളപ്പോൾ അവർ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഫീലേഴ്സ് അതിനെയൊക്കെ ഹരിച്ചു കുണിച്ച് എടുക്കാൻ അറിയാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്ര നേതൃത്വമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ കാര്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു എന്ന് പറയപ്പെടുന്ന ഇങ്ങനെ ഒരു ഫീലർ, അതിനെ തീർച്ചയായും അത് അവഗണിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം തീരുമാനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം.